സംസ്ഥാന റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക്. കുടിശ്ശിക നൽകാത്തതിനാൽ പൂർണ്ണമായി വിതരണം നിർത്തി സമരം കടുപ്പിക്കാനാണ് കരാറുകാരുടെ തീരുമാനം. ഈ മാസം പകുതി വരെ വിതരണം ചെയ്യാനുള്ള അരി മാത്രമാണ് നിലവിൽ റേഷൻ കടകളിൽ ഉള്ളത്. കുടിശ്ശിക ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് വാതിൽപ്പടി സേവനം നിർത്തി സമരം തുടരുകയാണ് കരാറുകാർ. സാധനങ്ങൾ വിതരണം ചെയ്തവയിൽ 75 കോടിയോളം രൂപ സപ്ലൈകോയിൽ നിന്ന് ലഭിക്കാനുണ്ട്. 3 മാസത്തിനുള്ളിൽ ഓഡിറ്റിനു ശേഷം മുഴുവൻ തുകയും നൽകാമെന്ന് ഉപാധി വെച്ചിരുന്നു. നിരവധി തവണ നിവേദനങ്ങൾ അയച്ചിട്ടും സപ്ലൈകോ അനങ്ങിയില്ലെന്ന് റേഷൻ വിതരണക്കാരുടെ സംഘടന വ്യക്തമാക്കി. അതിൽ ഏതാണ്ട് 40%, ഏതാണ്ട് 30 കോടിക്ക് മുകളിൽ പണം ഞങ്ങൾ കൊടുക്കേണ്ടത് ക്ഷേമനിധി ബോർഡിനാണ്. തൊഴിലാളി ക്ഷേമനിധി ബോർഡിലേക്ക് മാത്രമായി ഇത്രയും തുക തന്നെ അടയ്ക്കണം. അവിടുത്തെ FCA ലോറിക്കാരുടെ വാഹനങ്ങളിലാണ് ഭീമമായ തുക കൊടുത്ത് എടുക്കേണ്ടി വരുന്നത്. അതും ഏതാണ്ട് ഇതുപോലെ തന്നെ കിലോമീറ്റർ വ്യവസ്ഥയിലല്ല 3 ഇരട്ടി ഭീമമായ തുകയാണ് വാടകയായിട്ട് ഈടാക്കുന്നത്. പൊതുസമൂഹത്തോടുള്ള പ്രതിബദ്ധത മാനിച്ചാണ് ഈ മാസം വരെ വിതരണം നടത്തിയത്. പ്രതിസന്ധിയിലാണ് മുന്നോട്ടു പോകുന്നതെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. വിഷയവുമായി ബന്ധപ്പെട്ട മന്ത്രി GR അനിൽ നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയെന്നും ഭാരവാഹികൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരിക്കും ജനങ്ങളുടെ മുന്നിൽ ഞങ്ങളെ ഇപ്പം നടക്കുന്ന സിസ്റ്റം നേരെ തിരിച്ച് വേറെ ലെവലിലാണ് എന്നുള്ള ഞങ്ങൾ സമരം അനാവശ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് 95% പൈസ പോകുന്നത് ഓരോ തൊഴിലാളികൾക്കും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന തൊഴിൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും കൂടിയാണ്. സർക്കാർ അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ സമരം കടുപ്പിക്കാനാണ് തീരുമാനം. 24 കൊച്ചി.